ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ സമയം ഞാൻ പാസ്റ്റർ ലിനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 6-7 വാക്യമാണ്. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു, അവനൊരു മലങ്കാക്കിയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നുകൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാഴ്ചകൾ തുറന്നു കാണിക്കും. ചിലപ്പോൾ ഒരു ചെറിയ പ്രത്യാശയായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ അടയാളമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ തുറന്നു തരുന്ന ചെറിയ സാധ്യതകളായിരിക്കാം. അപ്പോൾ നമ്മുടെ ഹൃദയം ഉടനെ തന്നെ അതിലേക്ക് ഇറങ്ങി ഓടാൻ വേണ്ടി തുടങ്ങും. ഇതാ സമയം വന്നുപോയി, ഇന്ന് ഞാൻ തീരുമാനമെടുക്കാം, ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ നാം വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഇന്നത്തെ വചനം നമ്മെ വളരെ ആഴമുള്ളൊരു സത്യമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കിളിവാതിൽ തുറന്നത് കൊണ്ട് വാതിൽ തുറന്നു എന്ന് അർത്ഥമില്ല. ദൈവം ചിലപ്പോൾ കാഴ്ച കാണിക്കും, പക്ഷെ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയം അവൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോഹയുടെ കാലത്ത് ഭൂമിയിൽ വലിയൊരു പ്രളയം വന്നു. മഴ പെയ്ത് വെള്ളം പൊങ്ങി, മലകളും താഴ്വരകളും പട്ടണങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി. ജീവൻ ബാക്കി ഉണ്ടായിരുന്നത് പെട്ടകത്തിനുള്ളിൽ മാത്രമാണ്. നോഹയും കുടുംബവും മൃഗങ്ങളും ആ പെട്ടകത്തിനുള്ളിലായി. മഴ നിന്നു, പക്ഷെ വെള്ളം ഉടനെ വറ്റി. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നോഹയ്ക്ക് അറിയത്തില്ല. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, കാത്തിരിപ്പുകളുണ്ട്. അപ്പോൾ നോഹ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. ആ മലങ്കാക്ക പുറപ്പെട്ടു, ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ അത് പോയും വന്നുകൊണ്ടിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നോഹ തുറന്നത് കിളിവാതിലായിരുന്നു, പക്ഷെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നില്ല. അവൻ പുറത്തേക്ക് ഓടിപ്പോയില്ല. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും തീരുമാനിച്ചില്ല. അവൻ കാത്തിരുന്നു. കാരണം പെട്ടകത്തിൽ കയറ്റിയത് ദൈവമാണ്. പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ട സമയവും ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെതായിരുന്നു. ഇവിടെ മറിഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം. കിളിവാതിൽ കാഴ്ചയ്ക്കാണ്, എന്നാൽ വാതിൽ പ്രവേശനത്തിനാണ്. കിളിവാതിൽ തുറന്നാൽ പുറത്തുള്ള സ്ഥിതികളെ കാണാം, പക്ഷെ വാതിൽ തുറക്കുന്നത് യാത്ര തുടങ്ങാനുള്ള അടയാളമാണ്. നോഹയ്ക്ക് ഇവിടെ കിളിവാതിലൂടെ കാഴ്ച ലഭിച്ചു, പക്ഷേ പുറത്തേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചില്ല. നോഹയ്ക്ക് സൂചന ലഭിച്ചു, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായില്ല. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. ദൈവം ചിലപ്പോൾ ചെറിയ കിളിവാതിലുകൾ നമ്മുടെ നേരെ തുറക്കും, ചെറിയ അവസരങ്ങൾ കാണിക്കും, ചെറിയ വാർത്തകൾ കേൾപ്പിക്കും, ചെറിയ ചെറിയ പ്രത്യാശകൾ നൽകും. പക്ഷേ അതുകൊണ്ട് ഉടനെ ഇറങ്ങി പുറത്തേക്ക് ചാടരുത്, ഇറങ്ങി ഓടരുത്. ദൈവം കാഴ്ച കൊടുക്കുന്നതും ദൈവം വാതിൽ തുറക്കുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സൂചനയെ, ദൈവത്തിന്റെ സമയമെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരു ചെറിയ അവസരം വന്നാൽ ഉടനെ എടുത്ത് ചാടരുത്. ഒരു ചെറിയ വാതിൽ തുറന്നതുപോലെ തോന്നിയാൽ ഉടനെ തീരുമാനവും എടുക്കരുത്. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കും. പക്ഷേ നോഹ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ക്ഷമയാണ്, കാത്തിരിപ്പാണ്, നല്ല വിവേകമാണ്. നോഹയ്ക്ക് പുറത്തു പോകുവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മാസങ്ങളോളം അടഞ്ഞ പെട്ടകത്തിനുള്ളിൽ നോഹ കടിച്ച് അമർത്തി ജീവിച്ചു. പുറത്തെ വായു ഒന്ന് കാണണം, പുതിയ ഭൂമി ഒന്ന് കാണണം, പുതിയ ജീവിതം ഒന്ന് തുടങ്ങണം. എങ്കിലും നോഹ തിടുക്കപ്പെട്ടില്ല. അവിടെ കാരണം എന്താണ്? വിശ്വാസം എന്നത് വാതിൽ തുറക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ശക്തിയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചെറിയ കിളിവാതിലുകൾ തുറന്നിരിക്കാം. അത് ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സാധ്യതയായിരിക്കാം, ചില ബന്ധത്തിന്റെ സാധ്യതകളായിരിക്കാം, പുതിയ പദ്ധതികളായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷയുടെ വാതിൽ തുറക്കുന്നത് പോലെയൊക്കെ തോന്നാം. പക്ഷേ നിങ്ങൾ ചോദിക്കണം, കർത്താവേ, ഇത് വെറും ഒരു കാഴ്ചയാണോ, അല്ലെങ്കിൽ നടക്കാനുള്ള സമയമാണോ? എല്ലാ അവസരവും ദൈവത്തിന്റെ അനുമതിയല്ല. എല്ലാ തുറന്ന കിളിവാതിലും തുറന്ന വാതിലല്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം, ദൈവത്തിന്റെ സമയത്തെ തിരിച്ചറിയണം. കാത്തിരിക്കുന്നവന് ഒരു നാളും ഒന്നും നഷ്ടപ്പെടത്തില്ല. ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് ഓടാൻ ശ്രമിക്കരുത്. ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് ഓടുന്നവനാണ് പലപ്പോഴും തളർന്നു പോകുന്നത്. ഇവിടെ നോഹ കിളിവാതിലുകൾ തുറന്നു, മലങ്കാക്ക പുറപ്പെട്ടു. പക്ഷെ നോഹ പെട്ടകം വിട്ടില്ല. അവൻ മനസ്സിലാക്കി, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ദൈവം തന്നെയാണ് എന്നെ പുറത്തേക്ക് വിടേണ്ടത്. അതാണ്
ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് കാഴ്ച തന്നിരിക്കാം, ദർശനങ്ങൾ തന്നിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ തന്നിരിക്കാം. പക്ഷെ വാതിൽ തുറക്കാനുള്ള സമയം ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം ഒരു സൂചന നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. പക്ഷെ അടുത്ത ചുവട് എപ്പോൾ വെക്കണമെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. കിളിവാതിൽ തുറന്നതുകൊണ്ട് വാതിൽ തുറന്നു എന്നർത്ഥമില്ല. ഇത് കേൾക്കുന്ന ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കാഴ്ച തരും, ദർശനങ്ങൾ തരും, സ്വപ്നങ്ങൾ തരും. പക്ഷെ എന്റെ സമയത്തെ വാതിൽ തുറക്കും. വേഗത്തിൽ ഓടരുത്, തിടുക്കപ്പെട്ട് ഓടരുത്. ദൈവത്തിന്റെ ശബ്ദം എന്താണോ അത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കാണുന്ന ചെറിയ ചെറിയ സൂചനകളിൽ ആവേശപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സമാധാനം അന്വേഷിക്കുക. ദൈവം അടച്ചിടുന്നത് ഒരു തടവിനായിട്ടല്ല, ഒരു സംരക്ഷണത്തിനാണ് ദൈവം പലതും അടച്ചിടുന്നത്. ദൈവം തുറക്കുന്ന സമയത്ത് ആർക്കും ഒരിക്കലും ഒരു നാളും ആ വാതിൽ അടയ്ക്കാൻ കഴിയത്തില്ല. കാത്തിരിക്കുന്ന ആ കാലഘട്ടം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല. അത് ദൈവം ഒരുക്കുന്ന കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. നീ കിളിവാതിലൂടെ കണ്ടതിൽ അതിനകത്ത് തിടുക്കപ്പെടരുത്. ദൈവം വാതിൽ തുറക്കുന്ന സമയത്ത് നിങ്ങൾ സുരക്ഷിതമായി പുറത്തിറങ്ങും. അത് നിങ്ങളുടെ പ്രത്യാശയോടെ ജീവിതമായിരിക്കും. അത് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ജീവിതമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ചേർന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ തുറക്കുന്ന കിളിവാതിലുകളും നീ തുറക്കുന്ന വാതിലുകളും തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. വേഗത്തിൽ തീരുമാനമെടുക്കാതെ അങ്ങയുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള കൃപ നൽകണമേ. നീ അടച്ചിടങ്ങിയ സമയങ്ങളിൽ പരാമപ്പെടാതെ അത് സംരക്ഷണമാണെന്ന് മനസ്സിലാക്കി വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.